ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വിവേക ചൂടാമണിയിൽ 56 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവിടെ തത്വജിജ്ഞാസുവായ ശിഷ്യൻ്റെ പ്രശ്നം, അത് കേട്ട് ശിഷ്യനെ പ്രോത്സാഹിപ്പിച്ച ഗുരു പ്രോത്സാഹനം നൽകിയതിന് ശേഷം ആത്മജ്ഞാനത്തിന് സ്വയമേവ യത്നിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ മറ്റ് കടങ്ങൾ വീട്ടാൻ മറ്റുള്ളവരാരെങ്കിലുമൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷേ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കാൻ തന്നിൽ നിന്ന് ഭിന്നനായിട്ട് ആരുമില്ല. തലയിൽ വെച്ച ഭാരം കൊണ്ടുള്ള വിഷമം മറ്റുള്ളവരാൽ നീക്കപ്പെടാം, മറ്റുള്ളവർ സഹായിച്ച ആ ഭാരം മാറ്റാം. എന്നാൽ സ്വന്തം വിശപ്പ് അവനവൻ ഭക്ഷണം കഴിച്ചാൽ തന്നെ മാറ്റാൻ പറ്റും. പഥ്യം, ഔഷധസേവ എന്നിവ ചെയ്യുന്ന ആൾക്ക് മാത്രമാണ് രോഗശമനം കാണപ്പെടുന്നത്. അല്ലാതെ ഒരാൾ പഥ്യം പാലിച്ചു, ഔഷധം സേവിച്ചു, അതുകൊണ്ട് വേറൊരാൾക്ക് രോഗം മാറുന്നത് കാണാറില്ല. അതുകൊണ്ട് ആത്മസ്വരൂപത്തെ സ്ഫുടമായ ബോധ കണ്ണുകൊണ്ട് തന്നാൽ അറിയേണ്ടതാകുന്നു, താൻ അറിയേണ്ടതാകുന്നു, തന്നാൽ അറിയപ്പെടേണ്ടതാകുന്നു. അല്ലാതെ മറ്റുള്ളവർക്ക് സാധ്യമല്ല. ചന്ദ്രൻ്റെ സ്വരൂപം സ്വയം കണ്ടു തന്നെ അറിയണം. 57-ാമത്തെ ശ്ലോകം. അവിദ്യ കാമകർമാദി പാശബന്ധം വിമോചിതും കശക്നുയാത് വിനാത്മാനം കൽപകോടിശതൈരപി. അവിദ്യാ കാമകർമാദി പാശബന്ധം വിമോചിതും കശക്നുയാത് വിനാത്മാനം കൽപകോടിശതൈരപി. അവിദ്യ കാമകർമാദി പാശബന്ധം. അവിദ്യ കാമകർമ്മങ്ങളിൽ ആരംഭിക്കുന്ന പാശബന്ധം. പാശം കയറ്, പാശബന്ധം കയറിൻ്റെ കെട്ട്, കയറുകൊണ്ടുള്ള കെട്ട്. വിമോചിതും വിമോചിപ്പിക്കാൻ, അഴിച്ചു മാറ്റാൻ. കശക്നുയാത് ആർക്ക് സാധിക്കും? ആത്മാനം വിനാ, തന്നെ കൂടാതെ. അപ്പം തന്നെ കൂടാതെ ആർക്ക് സാധിക്കും എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം തനിക്ക് മാത്രമേ സാധിക്കൂ, വേറെ ആർക്കും സാധിക്കില്ല. അവിദ്യാ കാമകർമ്മങ്ങളാകുന്ന കയറുകളുടെ കെട്ട് ഇല്ലാതാക്കാൻ തനിക്ക് മാത്രമേ സാധിക്കൂ. കൽപ്പകോടിശതൈരപി, 100 കോടി കൽപ്പങ്ങൾ കഴിഞ്ഞാലും. അപ്പം നമ്മൾ സംസാരബന്ധനം എന്ന് പറയാറുണ്ട് സാധാരണ. ഞാൻ ഈ സംസാരത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് രക്ഷ വേണം എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് സംസാരത്തിൻ്റെ കെട്ട്? സംസാരത്തിൻ്റെ കെട്ട് അവിദ്യ കാരണമായിട്ടുള്ളതാണ്. അതിനെ അവിദ്യ കാമകർമ്മങ്ങളെന്ന് പറയാം.
ഇനി അവിദ്യാകാമകർമ്മങ്ങളുടെ കാരണം ചിന്തിച്ചു കഴിഞ്ഞാൽ ആവരണ വിക്ഷേപങ്ങളൊക്കെ പറയാം. അത് വേറൊരു ദിശയിലാണ്. സംസാരബന്ധനത്തെ അപഗ്രഥിക്കുമ്പോൾ ഒരു ദിശയിൽ നമ്മൾ ആവരണ വിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കും, അത് ഹേതുവായിട്ട് താദാത്മ്യം വരുന്നതിനെക്കുറിച്ച് പഠിക്കും, താദാത്മ്യം കൊണ്ട് തൻ്റെ സ്വരൂപം അറിയാതിരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കും. അത് വേറൊരു ദിശ. ഇപ്പുറത്ത് എങ്ങനെയാണ് കട്ടപ്പെടുന്നതെന്ന് പഠിക്കുമ്പോൾ അവിദ്യാകാമകർമ്മങ്ങളെന്നാണ്. സാധാരണ ഒരു കയറ് നമ്മൾ പിരിക്കുന്ന സമയത്ത് അതിന് 3 ഇഴകളാണ് ഉണ്ടാവുക സാധാരണഗതി. നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ 3 ചൂടി പിരിച്ചിട്ടാണ് ഒരു കയറുണ്ടാക്കുക. 3 കയറ് പിരിച്ചിട്ടാണ് ഒരു കമ്പക്കയർ ഉണ്ടാക്കുക. വലിയ കമ്പകൾ. പിന്നെ അത് പിരിച്ചിട്ട് വലിയതുണ്ടാക്കുന്നുണ്ട്. 3 കമ്പ പിരിച്ചിട്ട് വലിയ, ശരിക്കും വടം എന്ന് പറഞ്ഞാൽ അതല്ല, പേരാലിൻ്റെ വടമാണ്, വേടാണ്. എങ്കിൽ പോലും ചില നാട്ടിലൊക്കെ ഈ 3 കമ്പ പിരിച്ചുണ്ടാക്കുന്നതിന് വടം എന്ന് പറയാറുണ്ട്. വടംവലി എന്നൊക്കെ അത് വലിക്കുന്നതിനെ പറയാറുണ്ട്. ശരിക്കും വടംവലി ഈ വടവൃക്ഷത്തിൻ്റെ വേടാണ്, അതാണ് വലിക്കേണ്ടത്, അത് പൊട്ടൂല. അതുപോലെ ആചാര്യന്മാർ പറയും, ഈ ദൃഢമായ സംസാര ബന്ധനം 3 ഇഴകൾ ചേർന്നതാണ്. അതാണ് അവിദ്യ കാമ കർമ്മങ്ങൾ. എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? അവിദ്യ അജ്ഞാനം, അജ്ഞാനം കൊണ്ട് സ്വരൂപബോധമില്ലായ്മ. സ്വരൂപം എന്നുള്ളത് സച്ചിദാനന്ദം. നമ്മുടെ സ്വരൂപം സത്ത് ചിത്ത് ആനന്ദം. നമുക്ക് സാമാന്യ യുക്തി കൊണ്ട് മനസ്സിലാക്കാം. അതിന് വലിയ ശാസ്ത്രബോധമൊന്നും ആവശ്യമില്ല. അതിന് ഒരു ഉപനിഷത്തിലേക്കും ബ്രഹ്മസൂത്രത്തിലേക്കും ഒന്നും പോകണ്ട. നമ്മുടെ എല്ലാവരുടെയും സ്വരൂപം സച്ചിദാനന്ദ സ്വരൂപമാണെന്ന് മനസ്സിലാക്കാൻ സൂക്ഷ്മമായി വിചാരം ചെയ്താൽ മാത്രം മതി. ആ വിചാരത്തിൻ്റെ ദിശ മാത്രം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്, എങ്കിലും ഓർമ്മിപ്പിക്കുന്നു. ഞാനുണ്ട്. എപ്പോഴുണ്ട്? എപ്പോഴും. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ മാറി 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 വരുന്ന അവസ്ഥകളിലൊക്കെ മാറാതെ ഞാനുണ്ട്. ഈ അവസ്ഥകൾ മാറി വരുന്നതാണ്, ഒരു സാമ്യവുമില്ലാത്തതാണ്. നമ്മുടെ ശൈശവത്തിലുള്ള രൂപവും വാർദ്ധക്യത്തിലുള്ള രൂപവും ഒരു സാമ്യവുമില്ല. പക്ഷേ ഞാൻ മാറാതെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബാല്യം, കൗമാരം, യൗവനം തുടങ്ങിയ അവസ്ഥകൾ അത്യന്ത വിലക്ഷണങ്ങളാണ്, വിഭിന്നങ്ങളാണ്. എന്നാൽ ഈ അവസ്ഥകളിലൊക്കെ മാറാതെ ഞാൻ നിലകൊള്ളുന്നു. ഞാൻ സത്താണ്, ഉണ്മയാണ്. ഇതുപോലെ തന്നെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകൾ അത്യന്ത ഭിന്നങ്ങളാണ്, അത്യന്ത ഭിന്നങ്ങളാണ്. അവയിൽ അനുഭവങ്ങൾ തീർത്തും ഭിന്നങ്ങളാണ്. ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നത്തിലും അതുപോലെ സുഷുപ്തിയിലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ തീർത്തും ഭിന്നങ്ങളാണ്. എന്നാൽ ഈ 3 അനുഭവ ദശകളിലും 3 അവസ്ഥകളിലും ഞാനുണ്ട്. ഞാൻ സത്താണ്. അതുപോലെ തന്നെയാണ് അത്യന്ത വിലക്ഷണങ്ങളായ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളിലായാലും ശൈശവ, ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യങ്ങളിലായാലും ഞാൻ അറിയുന്നു, ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ അറിയുന്നു, ഞാൻ അറിഞ്ഞു എന്ന അനുഭവം, ഞാൻ ചിത്താണ്, ഞാൻ ജ്ഞാനമാണ്. അപ്പോൾ സത്ത്, ചിത്ത്. 3 ഞാൻ ആനന്ദമാണ്. എനിക്ക് പ്രപഞ്ചത്തിൽ, ഇനി പ്രപഞ്ചമില്ലെങ്കിലും ഏറ്റവും സ്നേഹം എന്നോടാണ്.
എന്നോടുള്ള സ്നേഹത്തിൽ നിന്നാകുന്നു മറ്റെല്ലാ സ്നേഹവും വരുന്നത്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്നെയാണ്. അല്ലേന്ന് ആലോചിക്കുക. പരമപ്രേമത്തിനാസ്പദമാണ് ഞാൻ. എനിക്ക് വേണ്ടി, എൻ്റെ സ്നേഹത്തിന് വേണ്ടി എൻ്റെ കൈ മുറിച്ച് കളയാൻ ഞാൻ തയ്യാറാണ്, കാല് മുറിച്ച് കളയാൻ തയ്യാറാണ്, കണ്ണ് പോട്ടെ എന്ന് പറഞ്ഞാൽ തയ്യാറാണ്, മനസ്സ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ തയ്യാറാണ്, തന്നെ നിലനിർത്താൻ വേണ്ടി ഏത് ശരീരഭാഗങ്ങളും മുറിച്ച് കളയാൻ നമ്മൾ തയ്യാറാണ്. ഇനി നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിൽ ആനന്ദത്തിൻ്റെ സ്ഫുരണം ലഭിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴാണ്. സുഷുപ്തിയിൽ, ജാഗ്രതയിലും സ്വപ്നത്തിലും സുഖമുണ്ട്, ദുഃഖമുണ്ട്, മാനമുണ്ട്, അപമാനമുണ്ട്. പക്ഷെ ആനന്ദസ്ഫുരണം എന്നുള്ളത് സുഷുപ്തിയിലാണ്. എന്താ സുഷുപ്തിയുടെ വിശേഷം? ഞാൻ ഒറ്റയ്ക്കാണ്. അവിടെ അമ്മയില്ല, അച്ഛനില്ല, പത്നിയില്ല, പതിയില്ല, ആരുമില്ല. അപ്പം താൻ പരമപ്രേമത്തിന് ആസ്പദമാണെന്നുള്ളതും താൻ ഒറ്റയ്ക്കാവുമ്പോഴാണ് പരമ സുഖം എന്നുള്ളതും തൻ്റെ സ്വരൂപം സുഖസ്വരൂപമാണെന്നുള്ളതിലേക്ക് ചിന്തിക്കാൻ വഴിയൊരുക്കും. ഇങ്ങനെ സൂക്ഷ്മ വിചാരം ചെയ്ത് ഞാൻ സത്ത്, ചിത്ത്, ആനന്ദം എന്ന് ആർക്കും ബോധിക്കാം. ഈ സച്ചിദാനന്ദ ഭാവത്തെ മറയ്ക്കുന്നു അജ്ഞാനം. അങ്ങനെ മറഞ്ഞു കഴിഞ്ഞാൽ ഈ സച്ചിദാനന്ദ ഭാവത്തെ നേടാനുള്ള ആഗ്രഹമായി. എവിടുന്നാണ് സുഖം കിട്ടുക? നമ്മൾ അന്വേഷിക്കുക. അതിന് നമ്മൾ പലയിടങ്ങളിൽ പോകും. ലോകദൃഷ്ടിയിൽ നല്ലതെന്നോ ചീത്താന്നോ പറയുന്ന വഴിക്ക് നമ്മൾ പോകും. നമ്മൾ നല്ലതോ ചീത്താന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ലോകദൃഷ്ടിയിൽ നിന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഒരാളുടെ ദൃഷ്ടിയിൽ നല്ലത് വേറൊരാളുടെ ദൃഷ്ടിയിൽ നല്ലതാവില്ല, തീർത്തും വിഭിന്നമാണ്. നിരപേക്ഷമായി നല്ലത് ചീത്ത എന്നിട്ട് പറയാനും സാധ്യമല്ല. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എന്തിനെക്കുറിച്ചെങ്കിലും നല്ലതെന്നും ചീത്തയെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? തീർത്തും ആപേക്ഷികം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് കണക്കില്ല. അതിനെ പ്രാപിച്ചാൽ സുഖം കിട്ടും, ഇതിനെ പ്രാപിച്ചാൽ സുഖം കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ചിത്തുഭാവം മറയ്ക്കപ്പെട്ടത് കൊണ്ട് അയ്യോ അറിവില്ലല്ലോ, അറിവ് പൂർണ്ണമായി നേടണം. അതിനെന്ത് വേണം? അറിയാനുള്ള വഴി തേടണം. സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, യൂണിവേഴ്സിറ്റികളിൽ പോകുന്നു, ആശ്രമങ്ങളിൽ പോകുന്നു, യോഗാ സെൻറ്ററുകളിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അറിവ് കിട്ടാൻ വേണ്ടി. ഞാൻ അറിവിൽ പൂർണ്ണനാണെന്ന് അറിയുന്നവൻ എങ്ങോട്ടും പോണില്ല. താൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നു സ്വസ്ഥനായിട്ട്. കാമം. ഇനി തൻ്റെ സദ്ഭാവം മറയ്ക്കപ്പെട്ടു. ഇനിയിപ്പോൾ എന്ത് ചെയ്താലാ സദ്ഭാവം ഉണ്ടാവുക? അയ്യോ, മരുന്നുകൾക്ക് പിന്നാലെ പോകുന്നു, മന്ത്രങ്ങൾക്ക് പിന്നാലെ പോകുന്നു, പലതും ചികിത്സകൾക്ക് പിന്നാലെ പോകുന്നു. അപ്പം അവിദ്യ, കാമ കർമ്മങ്ങൾ, അവിദ്യ, കാമം. ഈ കാമപൂരണത്തിനാണ് കർമ്മം. കാമം പൂർണ്ണമാകാൻ കർമ്മം. അപ്പോൾ കർമ്മത്തിൻ്റെ ഹേതു കാമമാണ്, കാമത്തിൻ്റെ ഹേതു അവിദ്യയാണ്. ഈ അവിദ്യ കാമകർമ്മങ്ങളാണ് ഈ സംസാരപാശത്തിൻ്റെ 3 ഇഴകൾ. ഈ സംസാരപാശത്തെ അതാണ് അവിദ്യ കാമകർമാദി പാശബന്ധം. അവിദ്യ കാമകർമാദിയായ പാശബന്ധത്തെ വിമോചിപ്പിക്കാൻ കശക്നുയാത്, ആർക്ക് സാധിക്കും? വിനാ ആത്മാനം, തനിക്കല്ലാതെ, തന്നെ കൂടാതെ. എന്നെ അജ്ഞാനത്തിൽ ഒന്ന് രക്ഷിക്കണേ ഗുരുനാഥ, സാധിക്കുമോ? ഇല്ല. ഗുരുനാഥന് വഴി പറഞ്ഞു തരാം, ഇന്നതൊക്കെ ചെയ്തോളൂ എന്ന് പറയാം, ഇന്ന വഴിക്ക് സഞ്ചരിച്ചോളൂ എന്ന് പറയാം. ശാസ്ത്രങ്ങൾ വഴികാട്ടികളാണ്, ഗുരുക്കന്മാർ വഴികാട്ടികളാണ്. സഞ്ചരിക്കേണ്ടതും എത്തേണ്ടതും അവനവൻ തന്നെയാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റു പലയിടത്തും പലതും നമ്മൾ കേൾക്കും. വേദാന്തം തൻ്റെ മഹിമയെ ബോധിപ്പിക്കുന്നതാണ്. വേദാന്തം തൻ്റെ ഉത്തരവാദിത്വത്തെ ബോധിപ്പിക്കുന്നതാണ്. വേറൊരാൾ വിചാരിച്ചാൽ വേറൊരാൾക്ക് ജ്ഞാനം കൊടുക്കുകയല്ല.
ചിന്തിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് കശക്നുയാത് ആത്മാനം വിന കൽപ്പകോടി ശതൈരപി, ഇന്നെന്നല്ല കൽപ്പകോടി ശതങ്ങളെ കൊണ്ടും. എന്നുവെച്ചെന്താ അർത്ഥം? 100 കോടി കൽപ്പങ്ങൾ കഴിഞ്ഞാലും, കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലമാണ്, മഹാകൽപ്പം. ഇനി സാമാന്യ കൽപ്പം ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ്. രണ്ടായാലും നമ്മളെ സംബന്ധിച്ച് വലിയ കാലയളവാണ്. അതുകൊണ്ട് ആത്മജ്ഞാനത്തിന് നീ തന്നെ പ്രയത്നശാലിയാകണം എന്നാണ് ഇവിടെ 4-5 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞത്. തുടർന്ന് ന യോഗേന ന സാഖ്യേന കർമ്മണാ നോ ന വിദ്യയാ ബ്രഹ്മാത്മൈകത്വബോധേന മോക്ഷസിദ്ധ്യതി നാന്യഥാ. ന യോഗേന ന സാഖ്യേന കർമ്മണാ നോ ന വിദ്യയാ ബ്രഹ്മാത്മൈകത്വബോധേന മോക്ഷഃ സിദ്ധ്യതി നാന്യഥാ. നമുക്ക് ഈ സമൂഹത്തിൽ പരക്കെ നടന്ന് ബലമായി തന്നെ ആൾക്കാരെ പിടിച്ചു കൊണ്ടുവന്ന് ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞ് കേൾപ്പിക്കാം, ധർമ്മോപദേശം ചെയ്യാം. എന്നാൽ വേദാന്തം അങ്ങനെ ഉപദേശിക്കാനുള്ളത് അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അധികാരികളായി ജിജ്ഞാസുക്കളായി വരുന്നവർക്ക് മാത്രമേ വേദാന്തം പറഞ്ഞു കൊടുത്തുകൂടൂ. അല്ലാണ്ട് എല്ലാവർക്കും പരക്കെ കൊടുക്കാവുന്നതല്ല വേദാന്തം. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും പറഞ്ഞേക്കാം, സ്വാമി പറയണത് ശങ്കരാചാര്യസ്വാമികൾ അടക്കം പറഞ്ഞതിന് വിരുദ്ധമാണല്ലോ. കാരണം വേദാന്തം പെരുമ്പറ കൊട്ടി ഉപദേശിക്കണമെന്നല്ലേ ശങ്കരാചാര്യർ പറഞ്ഞത്. അതെ, പെരുമ്പറ കൊട്ടി ഉപദേശിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ വന്ന് കൂടെ നിന്ന് പെരുമ്പറ കേട്ട് വന്നവനായാലും കുറച്ചു കാലമൊക്കെ കഴിഞ്ഞിട്ട് മതി സൂക്ഷ്മ വേദാന്തം ഉപദേശിക്കുക, അല്ലാതെ വേണ്ട. 2-3 മാസം മുമ്പ് ഒരാൾ ആശ്രമത്തിൽ വന്നു. കാഷായ വസ്ത്രമാണ്, മൊട്ടയാണ്, പേര് സന്യാസിയുടെ പേരാണ്. അപ്പോൾ ധാരാളം സ്വാമിമാർ വരുന്നതാ, യാത്രികർ ധാരാളം വരാറുണ്ട്. ദിവസം 5-10 പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സ്വാമി എനിക്ക് കുറച്ചൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാൻ സമയം തരണം. അന്ന് നല്ല തിരക്കായിരുന്നു, എന്നാലും വരാൻ പറഞ്ഞു. ഇദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഇപ്പോഴും ഓർക്കുകയാണ്, വല്ലാതെ കരഞ്ഞു. ഇപ്പം എന്താ സംഭവം? ഇയാൾ ജീവിതത്തിലെ പ്രായോഗികമായ എന്തെല്ലാമോ ചില പ്രശ്നങ്ങൾക്ക് മറുപടി ലഭിക്കണം എന്ന നിലയ്ക്ക് തൻ്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു സ്വാമിയുടെ അടുത്ത് പോയി. സ്വാമിയുടെ പേരൊന്നും ചോദിക്കരുത്, പറയുകയില്ല. ഒന്ന് മാത്രം പറയാതെ ജീവനോട് കൂടിയുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഒക്കെ പരിശോധിച്ചു, എന്തോ രാശിയൊക്കെ വെച്ച് നോക്കിയിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്തോളൂ, ഇന്നിവിടെ താമസിച്ച് കുളിച്ച് വന്നോളൂ, മുണ്ടനത്തിന് ആൾ വരും, അത് കഴിഞ്ഞാൽ ശ്രാദ്ധ തർപ്പണങ്ങളൊക്കെ ചെയ്യണം, കുറച്ച് ചില്ലുവാൻ ആവശ്യമുണ്ട്. ഇയാൾക്കൊന്നും മനസ്സിലായില്ല. സ്വാമി പറഞ്ഞതല്ലേ. അവിടെ തന്നെ പോയി മുട്ട മേടിച്ചു, കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കൊരു പുരോഹിതൻ വന്നിട്ടുണ്ട്. അദ്ദേഹം തർപ്പണങ്ങളൊക്കെ ചെയ്യിച്ചു. ഇനി ജപിച്ചിരുന്നാൽ മതി. അപ്പോൾ എന്താപ്പോൾ ജപിക്കുക? ശരി, നല്ലത് തന്നെ, സമാധാനം കിട്ടുമായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ സന്യാസിക്കുക തന്നെ. അങ്ങനെ പിറ്റേന്ന് മൂപ്പർക്ക് സന്യാസവും രാവിലെ തന്നെ. പേരും മാറ്റി,
ഇപ്പം നീ സന്യാസിയായിരിക്കുന്നു, ഈ സന്യാസത്തിൽ ജീവിച്ചോളൂ. ഈ സന്യാസം കണ്ട് ഉപേക്ഷിച്ചാൽ നിൻ്റെ 3 തലമുറ 7 തലമുറ നശിച്ചു പോകും. അതുകൊണ്ട് സന്യാസിയാണ്. ശരി, അങ്ങനെ കയ്യിലുള്ള ചില്ലാനവും ദക്ഷിണയായിട്ട് മേടിച്ചു, മൂപ്പനെ പുറത്തേക്കും വിട്ടു. അങ്ങനെ ഇയാൾ കുറച്ച് കാലമായി സന്യാസിയായിട്ട്. ഇപ്പം നേറി പുകയാണ്, സാധിക്കുന്നില്ല. ഇതെനിക്ക് കൊണ്ടുപോകാൻ വയ്യ സ്വാമി, ഞാൻ എന്താ ഒരു വഴി പറഞ്ഞു തരും, എനിക്കാവില്ല, എനിക്ക് സന്യാസത്തോട് കൂറ് പുലർത്താൻ കഴിയില്ല. എന്താ ചെയ്യാമെന്ന് ആലോചിച്ചു. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഇതൊക്കെ ഈ പ്രയോഗം ചെയ്ത ആളിപ്പോൾ ജീവനോടല്ലേ ഉണ്ട്, അവിടെ പോയിട്ട് തുണിയൊക്കെ അങ്ങോട്ട് അഴിച്ചു വയ്ക്കുക, എടുത്തോളൂ പറയുക, എന്നിട്ട് വെള്ളം മുണ്ട് കൊടുത്ത് കള്ളി മുണ്ട് കൊടുത്ത് പോയിക്കോളൂ, പണിയെടുത്തോളൂ. എന്താ സ്വാമി എനിക്കങ്ങോട്ട് പോകാൻ വയ്യ. ഇനിയിപ്പോൾ പിന്നെന്താ ചെയ്യുക? എന്നെ സ്വാമി രക്ഷിക്കണം, ഞാൻ രക്ഷിക്കാം, നിങ്ങൾ പോണതിന് മുമ്പ് എന്നോട് ചോദിച്ചിരുന്നു. ഒരു ഇടകൂടെ ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചോ? എന്നാലും സ്വാമി ഒരു വഴി പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്തോളൂ, ഒന്നുകിൽ നർമ്മദയുടെ അല്ലെങ്കിൽ ഗംഗയുടെ തീരത്ത് പോവുക, സുഖമായിട്ട് മുങ്ങി കുളിക്കുക, ഒരു വസ്ത്രം വാങ്ങണം, എന്നിട്ട് ഗംഗേനെ നമസ്കരിച്ച് ഇതൊക്കെ ആയിട്ട് അഴിച്ചു വെച്ചോളൂ, എന്നിട്ട് വേറെ എന്താ കൊടുക്കണമെങ്കിൽ പണിയും ചെയ്ത് സുഖമായിട്ട് ജീവിച്ചോളൂ. സന്യാസം അടക്കം കൊടുക്കുകയാണെന്ന് പിടിച്ചിട്ട് എന്താ ചെയ്യുക? വേദാന്തം ഉപദേശിക്കണേ പോട്ടെ, സാരല്ല നിൽക്കുക. വഴി കൂടെ പോണവർക്ക് സന്യാസടക്കം കൊടുക്കണ കാലമായിരുന്നു. ഇതിൽ പരം പറയേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് പറയാനുള്ളത്, വേദാന്തം എല്ലാവർക്കും ഉള്ളതല്ല, ജിജ്ഞാസുക്കളായി പഠിക്കാനുള്ളവർക്കാണ്. അപ്പോൾ അത് പഠിക്കാൻ പോകുമ്പോൾ പല മുൻധാരണകളെയും നമ്മൾ മാറ്റേണ്ടി വരും. ഈ മുൻധാരണകളെ മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഇഷ്ടമാവില്ല. കാരണം നമ്മൾ ഓരോന്ന് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ ഇന്നതാണെന്ന് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു ഇളക്കം വരിക എന്ന് പറയുമ്പോൾ അതൊരു സഹിയായി ഉണ്ടാവും. ഇല്ല ഉണ്ടാവും. ഇത് ഞാനാണെന്ന് മനസ്സിലാക്കി ഇത് നീ അല്ല എന്ന് പറയുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ലേ? അപ്പോൾ ഇത് നീ അല്ല എന്ന് പറയുക മാത്രമല്ല ഗുരു ചെയ്യുക, ആ ഭാവം എടുത്ത് കളയാൻ വേണ്ടി പലതും ചെയ്യും. അപ്പോൾ എളുപ്പമാവില്ല, ഒരു പ്രയാസമാണ്. മറ്റൊന്ന്, നമ്മൾ പരമ്പരാഗതമായി മനസ്സിലാക്കി അനുഷ്ഠിച്ചു പോരുന്ന പലതും ഉണ്ടാവും. ഈ പരമ്പരാഗതമായി മനസ്സിലാക്കി അനുഷ്ഠിച്ചു പോരുന്ന പലതും താതാത്മ്യഭാവത്തോടു കൂടി നമ്മുടെ കൂടെ ഉണ്ടാവും. 1, 2 അവ ശ്രേഷ്ഠമാണെന്ന കാഴ്ചപ്പാടും നമുക്കുണ്ടാവും. അവയെ കൈവിടാൻ നമുക്ക് തോന്നിയെന്ന് വരില്ല. ഒരാൾ 10 വൈദ്യരെടുത്ത് പോയി ചികിത്സിച്ചു എന്ന് വിചാരിച്ചു. 10 വൈദ്യരെടുത്ത് പോയി ചികിത്സിച്ചു. രോഗം മാറാഞ്ഞിട്ടാണ് 11ാമൻ്റെ അടുത്ത് പോണത്. യവൻ്റെ അടുത്ത് കെട്ടുകണക്കിന് കടലാസ് ഉണ്ടാവില്ലേ? ഈ 10 വൈദ്യന്മാർ എഴുതി കൊടുത്ത കടലാസും ഉണ്ടാവും. ഇന്ന മരുന്ന് ഇത്ര സേവിക്കുക, ഇന്ന മരുന്ന് ഇത്ര സേവിക്കുക എന്നും പറഞ്ഞിട്ട് പിന്നെ പരിശോധനകളുണ്ടാവും, എക്സ്റേ എടുക്കുക, സ്കാൻ ചെയ്യുക, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ടാവും. ഇതിൻ്റെ മുഴുവൻ കടലാസുമായിട്ടാണ് ഇവൻ 11ാമത്തവൻ്റെ അടുത്ത് പോവുക. 11ാമത്തവൻ അത് നോക്കാൻ പാടുണ്ടോ ഇല്ലയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നോക്കാൻ പാടില്ല. കാരണം മറ്റവർ രോഗനിർണയത്തിന് ഉപയോഗിച്ച യുക്തി ഈ 11ാമനെ സ്വാധീനിക്കില്ലേ? 10 കൊണ്ട് ഗുണമില്ലാഞ്ഞിട്ടല്ലേ ഇവിടെ പോയത്? എന്താ അഭിപ്രായം? കഴിഞ്ഞ ദിവസം എവിടെയോ ഒരു സ്ഥലത്ത് ഒരു വേദാന്ത വിചാരം ചെയ്യുമ്പോൾ ഞാൻ ബ്രഹ്മമാണെന്ന് അനുസന്ധാനം ചെയ്തോളൂ എന്ന് അവിടെയുള്ള ഒരു ശ്ലോകം ചിദാനന്ദ സ്വാമി പറഞ്ഞല്ല, ആ മൂലം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഒരാൾ ചോദിച്ചു, എനിക്ക് ആ ബോധമില്ല സ്വാമി. ഏത്? നല്ല ന്യായമായ സംശയമാണ്. ഞാൻ ബ്രഹ്മമാണെന്ന ബോധം എനിക്ക് ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ല? പിന്നെ ഞാൻ അനുസന്ധാനം ചെയ്യേണ്ട എന്താ കാര്യം? ബോധം ഉണ്ടായിട്ട് അനുസന്ധാനം ചെയ്യാം, ബോധമില്ലാതെ ഞാൻ ബ്രഹ്മമാണെന്ന് അനുസന്ധാനം ചെയ്തിട്ട് എന്താ കാര്യം? ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളോട് ഇന്ന് വരെ ആരെങ്കിലും നിങ്ങൾ ദേഹമാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ടോ? അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഓർമ്മിച്ച് നോക്കൂ. അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? പോട്ടെ, പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ദേഹമാണെന്ന്? ഇല്ല. പക്ഷെ ദിവസവും കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഒക്കെ എന്താ നിങ്ങൾ അനുസന്ധാനം ചെയ്യണത്?
ഇത് ഞാൻ ഇല്ലേ, ഞാൻ നന്നായിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മെലിഞ്ഞിട്ടുണ്ട്, ഞാൻ തടിച്ചിട്ടുണ്ട്. വല്ല ഗുണമുണ്ടായോ? ഇത്രയും കാലം ഇത് തന്നെ ഞാൻ അനുസരിച്ചിട്ട് വല്ല ഗുണമുണ്ടായോ? അല്ല, ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വേദാന്തത്തിലേക്ക് പോകണ്ടല്ലോ. ശരിയല്ലേ പറഞ്ഞേ? തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. സ്വാമി പറഞ്ഞ യുക്തിക്ക് നിരക്കില്ല എന്ന് പറയാം. ഇത്രയും കാലം ഞാൻ ഇന്നതാണെന്ന് അനുസന്ധാനം ചെയ്തിട്ട് നിനക്ക് വല്ല ഗുണമുണ്ടായോ എന്നാണ് ചോദിക്കണത്. ഒരു ഗുണമില്ല. എന്നാൽ പിന്നെ ഇവിടെ മര്യാദയ്ക്ക് ഇത് അനുസന്ധാനം ചെയ്തോ? ഇല്ല. അതുകൊണ്ട് ഗുണമുണ്ടായോ? അവിടെ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ആരും വേദാന്തത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ആരെയും ഉണ്ടെന്ന് അറിയിക്കുന്നു, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വിളിച്ചിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പല ധാരണകളെയും നമ്മൾ മാറ്റാൻ തയ്യാറാവേണ്ടി വരും. വേദാന്ത സാധനാമാർഗത്തിൽ നീങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പാണല്ലോ. ഇത്രയും മനസ്സിലാക്കിയിട്ട് ഈ ശ്ലോകം പഠിക്കാൻ പറ്റും. പറയാണ്, ന യോഗേന ന സാഖ്യേന കർമ്മണാനോ ന വിദ്യയാ ബ്രഹ്മാത്മൈകത്വബോധേന മോക്ഷസിദ്ധ്യതി നാന്യഥാ. യോഗം കൊണ്ടോ സാഖ്യം കൊണ്ടോ കർമ്മം കൊണ്ടോ ഉപാസന കൊണ്ടോ മോക്ഷം ഉണ്ടാവില്ല. അടാ, ഇത് വല്ലാത്തൊരടിയാണല്ലോ. നമ്മൾ മനസ്സിലാക്കി വെച്ചുള്ള ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം തുടങ്ങിയവയൊക്കെ നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന പറയുകയാണ്. ഒരു യോഗം കൊണ്ടും, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, ഒരു യോഗം കൊണ്ടും മോക്ഷമില്ല. അപ്പം അതൊക്കെ നിഷ്ഫലമാണെന്നാണോ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. അവ കൊണ്ടൊക്കെ ചിത്തശുദ്ധി, ഏകാഗ്രത തുടങ്ങിയ ഫലങ്ങൾ നേടാൻ കഴിയും. എന്നാൽ എന്തെങ്കിലും ചെയ്തിട്ട് നേടേണ്ടതല്ല മോക്ഷം. ഇത് വലിയൊരു പ്രയാസമായിരിക്കും. കാരണം നമ്മൾ പല വഴിക്ക് പോയി അവിടെ നിന്നൊക്കെ നമുക്ക് യോഗം 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 എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോഴവിടെ പറയണത് യോഗം കൊണ്ട് മോക്ഷമില്ല. എന്നാൽ സാഖ്യേന, സാഖ്യം കൊണ്ട്, അതായത് പ്രകൃതി പുരുഷ വിവേക ലക്ഷണമായ ചിന്ത കൊണ്ട് മോക്ഷമില്ല. പ്രകൃതിയും പുരുഷനും വെവ്വേറെയാണ്. പ്രകൃതി പരിണാമിയാണ്, പുരുഷൻ അപരിണാമിയാണ്. ഇവയെ വേർതിരിച്ച് മനസ്സിലാക്കണം എന്നുള്ള ചിന്താപദ്ധതി കൊണ്ട് മോക്ഷം ഉണ്ടാവില്ല. ന സാഖ്യേന കർമ്മണ, കർമ്മങ്ങളെ കൊണ്ട് മോക്ഷം ഉണ്ടാവില്ല. കർമ്മങ്ങൾ നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. നിത്യ, നൈമിത്തിക, കാമ്യ, പ്രായശ്ചിത്ത കർമ്മങ്ങളെ കൊണ്ട് മോക്ഷം ഉണ്ടാവില്ല. ന വിദ്യയാ, ഉപാസന കൊണ്ടും മോക്ഷം ഉണ്ടാവില്ല. കൃതിസാധ്യമല്ല മോക്ഷം എന്നർത്ഥം. അതാണ് ചുരുക്കി പറഞ്ഞത്. എന്തെങ്കിലും ചെയ്ത് നേടേണ്ടതല്ല മോക്ഷം. ചെയ്ത് നേടുന്നതൊക്കെ നഷ്ടപ്പെടും. പിന്നെന്താണ്? മോക്ഷം തിരിച്ചറിവാണ്. മോക്ഷം തിരിച്ചറിവാണ്. എന്ത് തിരിച്ചറിവ്? ആ ബ്രഹ്മാത്മൈകത്വബോധം, ആത്മാവ് തന്നെയാകുന്നു ബ്രഹ്മം എന്നുള്ള ഏകത്വബോധം കൊണ്ട് മാത്രമാണ് മോക്ഷം. ന അന്യഥ, അല്ലാതെ വേറൊരു വഴിക്കല്ല. ആത്മാ, ഞാൻ ബ്രഹ്മമാകുന്നു. സച്ചിദാനന്ദമാകുന്നു. കുറച്ചുകൂടി ശരിയായി പറഞ്ഞാൽ അപരിമിത സ്വരൂപനാണ് ഞാൻ. ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തു കൊണ്ടോ ഉള്ള പരിമിതി എന്നിലില്ല. അതെല്ലാം ഉപാധിധർമ്മങ്ങളാണ്. സ്ഥൂല സൂക്ഷ്മ കാരണോപാധികൾക്കപ്പുറത്ത് എൻ്റെ സ്വരൂപം അപരിമിതമാണ്. ഈ ബോധം കൊണ്ട് മാത്രമാണ് മോക്ഷം. നമ്മൾ എന്തായിട്ടാണ് നമ്മളെ കൽപ്പിക്കുന്നത്? ശരീരേന്ദ്രിയ മനോബുദ്ധികളോടുകൂടി ചേർന്ന് തന്നെ കാണുന്ന കാലത്തോളം നിസ്സംശയം പറയാം നമുക്ക് മരണമുണ്ട്. കാരണം ഇവയൊക്കെ മരിക്കും, ഇതെല്ലാം മരിക്കും.
മരണരഹിതമായ ജന്മരഹിതമായ സ്വരൂപമാണ് താനെന്ന ബോധത്തിൽ പിന്നെ മരണമില്ല, അവൻ മുക്തനാണ്. ഇത് പ്രസംഗിക്കേണ്ട വിഷയമല്ല, പ്രസംഗിക്കാൻ വളരെ എളുപ്പവുമാണ്. അതുകൊണ്ട് ന യോഗേന ന സാഖ്യേന കർമ്മണ നോ ന വിദ്യയാ ബ്രഹ്മാത്മൈകത്വബോധേന മോക്ഷസിദ്ധ്യതി നാന്യഥാ. അതുകൊണ്ട് വീണായാ സ്വരൂപസൗന്ദര്യം തന്ത്രീവാദന സൗഷ്ഠവം പ്രജാരഞ്ജനമാത്രം തത് ന സാമ്രാജ്യായ കൽപ്പതേ. വീണായാ രൂപസൗന്ദര്യം തന്ത്രീവാദന സൗഷ്ഠവം പ്രജാരഞ്ജനമാത്രം തത് ന സാമ്രാജ്യായ കൽപ്പതേ. വീണായാഹ രൂപസൗന്ദര്യം, ലളിതമാണ്. വീണയുടെ രൂപസൗന്ദര്യം, അസല് വീണയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ? വീണയാണ്, വേറെ വീണയൊന്നുമല്ല. വീണ എപ്പോഴും വേറെയുള്ളൊരു മീട്ടുന്നതിനനുസരിച്ച് ആ ശബ്ദം ഉണ്ടാക്കുക. അതങ്ങനെയാണോ അറിയില്ല കേട്ടോ. അങ്ങനെയല്ലേ? എന്തായാലും കൊള്ളാം, നന്നായി വരട്ടെ. അപ്പോൾ നല്ല സുന്ദരമായ രൂപത്തോടു കൂടിയ വീണ, തന്ത്രീവാദന സൗഷ്ഠവം, അതിൻ്റെ തന്ത്രി വായിച്ചു കഴിഞ്ഞാൽ സൗഷ്ഠവം, സുഷ്ഠുഭാവം. സുഷ്ഠു എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല ഭാവമാണ് സൗഷ്ഠവം, ഒന്നാന്തരം സംഗീതം. വീണ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന നാദവീജികളെയാണ് ഉണ്ടാക്കുന്നത്. വീണയ്ക്ക് വലിയ വിശേഷമുണ്ട്. എല്ലാ സംഗീതോപകരണങ്ങൾക്കും അവയുടെ മഹിമയുണ്ട്, ഇല്ല എന്ന് പറയാൻ പാടില്ല. എല്ലാത്തിനും അതിൻ്റെ മഹിമയില്ലാത്തൊരു സംഗീതോപകരണവും ഇല്ല. എന്നാൽ വീണ ഹൃദയത്തിലേക്ക് ഇറങ്ങും. പക്ഷേ അതൊക്കെ ശരിയാ, എന്നാൽ അത് പ്രജാരഞ്ജന മാത്രമാണ്. പ്രജകളെ, ജനങ്ങളെ രഞ്ജിപ്പിക്കുന്നു, സുഖിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. ന സാമ്രാജ്യായ കൽപ്പതേ. അല്ലാണ്ട് അതുകൊണ്ട് സാമ്രാജ്യം കിട്ടുമോ? ചക്രവർത്തി പദം കിട്ടുമോ? ഇല്ല, ഒരിക്കലുമില്ല. ചക്രവർത്തി പദം കിട്ടണമെങ്കിൽ യുദ്ധം ചെയ്ത് രാജാവിനെ ജയിച്ച് പിന്നെ മറ്റ് രാജാക്കന്മാരെയൊക്കെ തൻ്റെ സാമന്തന്മാരാക്കി അവരെ കൊണ്ട് തൻ്റെ ആധിപത്യം അംഗീകരിപ്പിച്ചാൽ മാത്രമേ ഒരാൾ ചക്രവർത്തിയാവും. ഇതുപോലെ നല്ലപോലെ ശാസ്ത്രവ്യാഖ്യാനങ്ങൾ അറിയാം, നല്ലപോലെ ശാസ്ത്രം വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ യോഗസാധനകളും സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും മോക്ഷസിദ്ധിയില്ല. സാമ്രാജ്യപ്രാപ്തിക്ക് അതിനുതകുന്ന അവസ്ഥ തന്നെ വേണം. വീണ വീട്ടിൽ നിന്നൊക്കെ നല്ലത് തന്നെ, നല്ല വീണയാണ്, പാട്ടും നല്ലതാണ്. പക്ഷേ അതുകൊണ്ട് സാമ്രാജ്യ പദവി കിട്ടില്ല. ഇതുപോലെയാണ് ലോകത്തിലെ എല്ലാ സൽക്കർമ്മങ്ങളും, ശാസ്ത്ര പഠനവും യോഗവും എല്ലാം. ജ്ഞാനം അതുകൊണ്ടൊന്നും, അല്ലെങ്കിൽ മോക്ഷം അതുകൊണ്ടൊന്നും ഉണ്ടാകില്ല. ഇന്നത് ചെയ്താൽ മുക്തനാവും എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒന്നുകൂടി അടുത്ത ശ്ലോകത്തിൽ ഒന്നുകൂടി വിശദീകരിക്കും. നോക്കൂ. വാഗ്വൈഖരി ശബ്ദഞ്ജരി ശാസ്ത്രവ്യാഖ്യാന കൗശലം വിദുഷാം വൈദുഷ്യം ച ഭുക്തയേ നതു മുക്തയേ. കുറേ പാഠഭേദമുണ്ട് ഈ ശ്ലോകത്തിന്. ശബ്ദം ജരി എന്നുള്ളതിന് പകരം ശബ്ദജരി എന്നുണ്ട്. അത് ശരിയാണ്.
വിദുഷാം വൈദുഷ്യം ച എന്നുള്ളതിന് പകരം വൈദുഷ്യം വിദുഷാം തദ്വത് എന്നുണ്ട്. ഒക്കെ ശരിയാ. എങ്ങനെയാണോ അങ്ങനെ ചൊല്ലാം. നോക്കൂ, വാക് വൈഖരി ശബ്ദഝരി ശാസ്ത്രവ്യാഖ്യാന കൗശലം വൈദുഷ്യം വിദുഷാം തദ്വത് ഭുക്തയേ ന തു മുക്തയേ. വാക് വൈഖരി, വാക്ക് നല്ല വൈഖരീനാദമായിട്ട്. ഓ, എന്ത് നല്ല വ്യാഖ്യാനാണ്. വാക്കുകൾ അങ്ങനെ പ്രവഹിക്കല്ലേ, സുന്ദരങ്ങളായ വാക്കുകൾ, അതും ഏറ്റവും യോജിക്കുന്ന വാക്കുകൾ, ഒരു തപ്പിത്തടയലില്ല, നല്ല ഉച്ചാരണം. എന്താ പ്രഭാഷണം, കേട്ടിരുന്നാൽ സന്തോഷം. അതാണ് വാക് വൈഖരി. ശബ്ദഝരി, ശബ്ദഝരിയാണ്. അവിടെ ശബ്ദഞ്ജരി എന്നും പാഠമുണ്ട്. ശബ്ദം എങ്ങനെയുള്ളതാണ്? നിരന്തരമായ പ്രവാഹമാണ്, നദീപ്രവാഹം. അനുസ്യൂതമായ നദീപ്രവാഹം പോലെയാണ് ശബ്ദങ്ങൾ നിർഗളിക്കുന്നത്. വളരെ നല്ലത് അല്ലേ? ആലോചിക്കൂ. ഒന്നാം തരം പ്രഭാഷണം, ഒന്നാം തരം ശാസ്ത്രവ്യാഖ്യാനം, ഏറ്റവും യുക്തമായ ശബ്ദങ്ങളാണ് ചേർക്കണം. ആ ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റാൻ പറ്റില്ല. കാരണം അനേക അർത്ഥങ്ങളോട് കൂടിയിട്ടാണ് വ്യാഖ്യാനം വരുന്നത്. വിദുഷാം വൈദുഷ്യം. ഓ, എന്ത് വൈദുഷ്യമാ ഭഗവാനെ, ഇത്ര വലിയൊരു വിദ്വാൻ ഉണ്ടാവുമോ എന്ന് തോന്നിക്കും വിധമാണ് വൈദുഷ്യം, വിദ്വദ്ഭാവം. ഇതൊക്കെ ഭുക്തയേ, ഭുക്തിക്ക് ശാപ്പാടിന് കൊള്ളും, നതു മുക്തയേ, മുക്തിക്ക് കൊള്ളില്ല. ഭുക്തിക്ക് കൊള്ളുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശാപ്പാടിന് കൊള്ളും, ദക്ഷിണ കിട്ടും, അല്ലെങ്കിൽ നല്ല ശമ്പളം കിട്ടും, നാട്ടിൽ പേരും പ്രശസ്തിയും ഉണ്ടാവും. പേരും പ്രശസ്തി ഉണ്ടാവുന്നതിനനുസരിച്ച് ദക്ഷിണയുടെ റേറ്റ് കൂടും. അല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? എൻ്റെ അഭിപ്രായം അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ദക്ഷിണയുടെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് ശാപ്പാടിൻ്റെ ഗുണം കൂടും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാണ്, നല്ലതാണ്, ഇതിനുപകരിക്കും. വെറും ചിദാനന്ദപുരി സ്വാമിയല്ല, പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി. അതെ, പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി. എന്താ നിങ്ങൾക്കൊരു ബഹുമാനമില്ലായ്മ? പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി. ആ വിവരമില്ലാത്തവർ തന്നൊന്നല്ല, നല്ല സംസ്കൃതത്തിൽ വിദ്വാൻമാർ തന്നതാണ് ആ പദവി, പണ്ഡിതരത്നം. എന്തിനു കൊള്ളും? ചിന്തിക്കും. ഇതൊക്കെ ലോകത്തിൻ്റെ ഇടയ്ക്ക് ഒരു പേരും പ്രശസ്തിയും ഉണ്ടാവും. ഓ, ആള് തിരക്കേടില്ല കേട്ടോ, നല്ല ആളാ, നിനക്കറിയാം നല്ല ആളാണ്. പേരും കള്ളനാവും. ഇപ്പോൾ ശാസ്ത്രം വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ കുറച്ച് പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. തർക്കശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, വ്യാകരണം പഠിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് സഭാകം പോക്ക നീങ്ങിയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അല്ലാതെ അതുകൊണ്ട് ജ്ഞാനിയാണെന്ന് അർത്ഥമില്ല, സ്വാനുഭൂതി സമ്പന്നനാണെന്ന് അർത്ഥമില്ല, അല്ലെന്നും അർത്ഥമില്ല, രണ്ടും അർത്ഥമില്ല. പക്ഷെ ലോകപ്രസിദ്ധിയിൽ ഇതൊക്കെയാണല്ലോ നമ്മൾ മാനിക്കുക, ഇല്ലേ? അത് ഇതൊക്കെയാണ് മാനിക്കുക. ഇങ്ങനെ തന്നെയാണ് വിദ്വാൻ്റെ ലക്ഷണം പറയുകയും ചെയ്യുക. അതിനെ ഞാനിവിടെ നിരസിക്കുന്നത്. ഇതൊക്കെ ശാപ്പാടിന് കൊള്ളും, അല്ലാണ്ട് മോക്ഷത്തിന് കൊള്ളില്ല. അതിപ്പോൾ ഓരോരുത്തർ സ്വാഗതം പറയുമ്പോൾ എന്തെങ്കിലും ഒരു വാചകം കുറഞ്ഞു പോയാൽ തന്നെ അവരോട് ദേഷ്യമായി. അപ്പം കുറിച്ച് കൊടുക്കണം, അങ്ങനെയൊക്കെ പറയണം കേട്ടോ, എന്നൊക്കെ പറയണം. പണ്ഡിതരത്നം പിന്നെയും കുറേ ഉണ്ട്, അതൊക്കെ പറയണം. അല്പം എന്തെങ്കിലും സ്വാഗതം പറയുമ്പോൾ കുറഞ്ഞു പോയാൽ അവരോട് വിരോധമായി. ഒക്കെ നന്നാക്കി പറഞ്ഞാലോ, നന്നായി, നല്ല ആൾക്കാരാണ് നിങ്ങൾ. ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചിരിച്ചു പോകും. ഈ ചില സ്വാമിമാരൊക്കെ ഇരിക്കുന്ന സീറ്റിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അയാൾ ആരാന്നുള്ളത്.
ഒരു 3-4 വരി ഉണ്ടാവും, പേര് ചെറുതായിരിക്കും, മറ്റേ മുഴുവൻ ഉണ്ടാവും. എന്തൊക്കെയാണ് എഴുതുക ഭഗവാനെ, ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠ അനന്തശ്രീ വിഭൂഷിത മറ്റത് മറിച്ചത് എന്നിട്ട് അങ്ങ് തുടരും. നല്ലത് തന്നെ, സന്തോഷമാണ്, അത് കാണുമ്പോൾ നല്ലതാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതൊരു സന്തോഷമാണ്. ഒക്കെ ശരിയാണ്, അതിനെ നമ്മൾ ഒരിക്കലും നിന്ദിക്കുന്നില്ല. പക്ഷേ അതൊക്കെ ലോകവ്യവഹാരത്തിന് മാത്രമേ ഉതകൂ. അവർക്കതറിയാം കേട്ടോ, ആ വിദ്വാൻമാർക്കതറിയാം, അത് വെച്ചവനല്ല, ജ്ഞാനിക്കതറിയാം. അത് ലോകവ്യവഹാരത്തിനേ ഉതകൂ. ലോകവ്യവഹാരമാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ലോകവ്യവഹാരത്തിൽ പ്രസിദ്ധനായാലേ കൂടുതൽ പേര് തൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വരും. അപ്പം മാത്രമേ ഈ ശാസ്ത്ര പാരമ്പര്യം നന്നാവും. ഇവിടെ കോഴിക്കോടൊരു നേരം പോക്കുണ്ടായി, ഈ കോഴിക്കോട് തന്നെ. ഇവിടെ ആളില്ല, ഇവിടെ ചില മാസമൊക്കെ വരലുണ്ട് അതിൻ്റെ ആൾക്കാർ. ഇവിടെ നമ്മുടെ ഈ മാനാഞ്ചിറയിലൊരു സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ഹാളില്ലേ, ചെറിയ ഹാള്, ഒരു സ്റ്റെപ്പ് കയറി പോയിട്ട് മുകളിലാണ് ഹാള്. അപ്പോൾ അവിടെ നമ്മളൊരു പരിപാടിക്ക് പോയതായിരുന്നു. പോയി അപ്പം ഉണ്ട് ചിദാനന്ദ സ്വാമിയുടെ ഒരു ഫോട്ടോ ഉണ്ട്, ഒരു ചുമരിലൊരു ബോർഡ് എഴുതി വെച്ചത്, അതിലുണ്ട് ജഗദ്ഗുരു സ്വാമി ചിദാനന്ദപുരി. അടിയിൽ കസേരയൊക്കെ തെറ്റില്ല. ഞാനത് നോക്കി, അത് സന്തോഷമായി, ഞാനാണ് ജഗദ്ഗുരു ആയല്ലോ എന്നൊരു സന്തോഷം. ഞാൻ സംഘാടനം നമ്മളവിടെ ക്ഷണിച്ച ആളെ പറഞ്ഞു, അവന്ന് എടുത്ത് മാറ്റിയേക്കണം. സ്വാമി അതെങ്ങനെ എടുത്തു മാറ്റണം? ഞാൻ ഗ്രാമഗുരു പോലും ആയിട്ടില്ല, പിന്നെ എങ്ങനെ ജഗദ്ഗുരു ആവുക? ഞാൻ പല സ്ഥലങ്ങളിൽ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിൽ മുഴുവനൊന്നുമില്ല, പല രാജ്യങ്ങളിലും പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലുടനീളം പോയിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ പോകാത്ത ഗ്രാമം കുറവായിരിക്കും, ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെയൊക്കെ പ്രവർത്തന കേന്ദ്രം കൊളത്തൂരാണ്. കേന്ദ്രം അതൊരു ഗ്രാമമാണ്. ആ കൊളത്തൂരിലത്തെ 100-ൽ 100 പേരും ഈ ഗുരുവിൻ്റെ ശിഷ്യന്മാരാ ആണോ? അല്ല, സത്യമാണ്. അവിടെ ചെറിയൊരു വിഭാഗമാണ്. ഭൂരിഭാഗം പേർക്ക് സ്വാമിയോട് ഇഷ്ടമാണ്. എല്ലാം കൈയോട് കാണിക്കും, ലോഹ്യം പറയും, കാലോട് കാണിക്കും, ഒക്കെ കാണിക്കും. എല്ലാവർക്കും സ്നേഹമാണ്, അതിലൊന്നും വിരോധമില്ല. പക്ഷെ എല്ലാവരുടെയും ഗുരുവാ? അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ ഒരു ജഗത്തിൽ, ഒരു ഗ്രാമത്തിൽ പോലും ഗുരുവായിട്ടില്ലാത്ത ഞാൻ എങ്ങനെയുള്ള ജഗദ്ഗുരു എന്ന് ബോർഡ് വെക്കുക? അല്ല സ്വാമി, അത് സ്വാമിയൊക്കെ വരും, എടുത്തു മാറ്റിയാലേ ഞാൻ എൻ്റെ താഴെ ഇരിക്കും. സ്വാമി അവിടെ നിന്ന് എടുക്കാനൊക്കെ പ്രയാസമുണ്ട്. പ്രയാസമുള്ള വസ്തു വെക്കരുതല്ലോ. നമ്മൾ എടുത്തു മാറ്റാൻ പ്രയാസമുള്ളത് വെക്കാമോ? എന്നാൽ ഒരു കാര്യം ചെയ്യുള്ളൂ, കസേര അപ്പുറത്തേക്ക് എടുത്ത് വെച്ചോളൂ, അവിടെ ഇരിക്കാം, അത് നടന്നോട്ടെ. സ്വാമി സൗണ്ട് സിസ്റ്റം ഒക്കെ എന്നാൽ പിന്നെ എടുക്കണം, രണ്ടിലൊന്ന്. എന്തിനാണ് നിഷ്കർഷിക്കണമെന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു, ഇങ്ങോട്ടുള്ള വിരോധം കൊണ്ടല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഇതെന്തായാലും ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കും. ഇന്നൊരാളുടെ പ്രൈവസിയെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല, ചോദിച്ചിട്ടൊന്നുമല്ല ഫോട്ടോ എടുക്കുക, ആണോ? ചോദിച്ചിട്ടേ ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല ആരുടെയും. പക്ഷെ അതൊന്നുമില്ല, വരും, എടുക്കും, പോകും. ഇത് പബ്ലിഷ് ചെയ്യും. അപ്പം ഇത് കണ്ടിട്ടാണ് അടുത്ത സംഘാടകർ വിളിക്കുക. അവരെന്ത് വയ്ക്കും? ഇത് സ്വാമിക്ക് വലിയ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് അവർ ജഗദ്ഗുരു. മൂന്നാമത്തെ സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് വീണ്ടും അഖില ജഗദ്ഗുരു. ഓക്കെ, പിന്നെ ആരാവും ചിദാനന്ദപുരി സ്വാമി? പിടിച്ചാൽ കിട്ടുമോ? ഇപ്പം തന്നെ തലക്കനം നല്ലോണം ഉണ്ട്. ഇന്നിവിടെ സംസാരിക്കാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചതല്ല, അത്ര തലക്കനമുണ്ട്. മര്യാദയ്ക്ക് ഉറങ്ങാഞ്ഞിട്ടാ. അപ്പം അതുകൊണ്ട് അത് കുറച്ചും കൂടി കൂടിയാൽ എന്താവും? വിഷമാവില്ലേ? ഏതായാലും അവർ പാവങ്ങൾ വേഗം തന്നെ ഇവിടുന്ന് ഒരു ലേഡറൊക്കെ, അലൂമിനിയം ലേഡറൊക്കെ സംഘടിപ്പിച്ച് അതൊക്കെ എടുത്ത് മാറ്റി അതിന് ശേഷമേ നമ്മളവിടെ ഇരുന്നിട്ടുള്ളൂ. കാരണം കാണുമ്പോൾ ഒരു സുഖാന്തേ, ജഗദ്ഗുരു എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് വലുതായി അങ്ങനെ മാറി നിന്ന് കാണുന്നതല്ലേ നല്ലത്, അതിന് താഴെ ഇരിക്കുന്നതൊക്കെ നല്ലതല്ലേ. തമാശ പറയാമെന്ന് വിചാരിക്കരുത്. ഇതിപ്പോൾ കോഴിക്കോടുണ്ടായ സംഭവം. ഇതൊക്കെ ഒപ്പിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഞാൻ ഇരിക്കുന്നതിൻ്റെ മുകളിൽ വെക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. സന്തോഷവും നല്ലതാണ്, അതിൽ തെറ്റില്ല. എനിക്ക് പറ്റില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, തെറ്റ് പറഞ്ഞിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ദോഷം പറഞ്ഞാൽ അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അതെനിക്ക് വേണമെന്നും പറഞ്ഞിട്ടില്ല.
ശ്രദ്ധിച്ചോ പറഞ്ഞത്? ഭാഷ ശ്രദ്ധിച്ചോ? ഇല്ല. നമുക്ക് വയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറൊരാൾ വയ്ക്കണേനെ എതിർക്കണില്ല. കാരണം യശേജനെ സാനി സ്വാഹ, യശോജനെ സാനി സ്വാഹ, ശ്രേയാൻ ഭസ്യസോ സാനി സ്വാഹ എന്നൊക്കെ വേദത്തിൽ മന്ത്രമുണ്ട്. എന്നെപ്പോലുള്ളവരിൽ ഏറ്റവും പ്രസിദ്ധനായി ഞാൻ തീരട്ടെ, ഈ ലോകത്തിൽ ഏറ്റവും പേരും പ്രശസ്തി എനിക്കുണ്ടാവട്ടെ. എന്തിനാ? അവിടെ വലിയൊരു ഉദ്ദേശ്യമുണ്ട്. തനിക്ക് പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ടല്ലാതെ. കാരണം പേരും പ്രശസ്തി ഉണ്ടായാലേ ശിഷ്യന്മാർ പഠിക്കാൻ വരൂ. അങ്ങനെ ശിഷ്യന്മാർ പഠിക്കാൻ വന്നാലേ ഈ വേദാന്ത ജ്ഞാനത്തെ നമുക്ക് ലോകത്തിൽ പ്രചരിപ്പിക്കാൻ പറ്റൂ. ആ വലിയൊരു ഉദ്ദേശ്യം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം അതിനൊരിക്കലും കുറ്റം പറയാൻ പാടില്ല, ഒരിക്കലും ദുഷിക്കരുത്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവും. നമുക്ക് മറ്റൊരാളാവാൻ വയ്യ, മറ്റൊരാൾ ചെയ്തതിനോട്ട് ദുഷിക്കുന്നുമില്ല, അതിൻ്റെ മഹിമ കാണുന്നു, ആദരിക്കുന്നു. ആദരിക്കണതെല്ലാം നമ്മൾ ചെയ്യണം. രാജാവിൻ്റെ തലയിൽ കിരീടം കണ്ടുകൊണ്ട് നമ്മൾ കിരീടം വെക്കണം? അത് വേണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഭുക്തയെ ഇതൊക്കെ എന്തിനു കൊള്ളും? പേര്, പ്രശസ്തി, ദക്ഷിണ, നാലാളുടെ അഭിപ്രായ സമ്മതി, ഇതിനൊക്കെ കൊള്ളുന്നല്ലാതെ നതു മുക്തയെ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ശ്ലോകം നല്ലോണം എല്ലാവരും ഉറപ്പിക്കുക. കാരണം ഇതിലൊക്കെയാണ് നമ്മൾ വീണ് പോവുക. മിക്കവാറും നമ്മളൊക്കെ വീണ് പോവുക ഇങ്ങനത്തേലാണ്. വാഗ്വൈഖരി ശബ്ദఝരി ശാസ്ത്രവ്യാഖ്യാന കൗശലം. ശാസ്ത്രവ്യാഖ്യാന കൗശലം. എന്ത് നന്നായിട്ടാണ് വ്യാഖ്യാനിക്കുക. വളരെ വിഷമം പിടിച്ച വിഷയങ്ങളൊക്കെ ലളിതമായി പറഞ്ഞു തരും. അതാണ് ശാസ്ത്രവ്യാഖ്യാനത്തിലുള്ള കുശലത. വൈദുഷ്യം വിദുഷം തദ്വത്. വിദ്വാൻമാരുടെ വൈദുഷ്യവും അതുപോലെ ഭുക്തയെ നതു മുക്തയെ. വ്യക്തമാണല്ലോ. ഈ ശ്ലോകം നല്ലോണം ഉറപ്പിക്കണം, നല്ലോണം ഉറപ്പിക്കണം. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ ഇൻ്റർനെറ്റിൻ്റെ വളർച്ച വളരെയധികമുള്ള കാലമാണ്. നല്ലതാണ്, ഒരുപാട് നന്മകൾ അതിനുണ്ട്. പക്ഷേ ഓൺലൈൻ ഗുരുക്കന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് നാട്. നല്ലതാണ്, ഓൺലൈൻ ഗുരുക്കന്മാരെ കൊണ്ട് നാട് നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഓരോന്നിലാണ് നമ്മൾ പോയി പെടുക. ചിലതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ മോചനം ഉണ്ടാവുകയില്ല. അപ്പോൾ ശാസ്ത്രമൊന്നും വേണ്ടെന്നാണോ പറയണത്? അങ്ങനെ പറഞ്ഞില്ല. ശാസ്ത്രത്തിൽ ശാസ്ത്രം വേണ്ടെന്ന് പറയുമോ? ശാസ്ത്രമല്ലേ ഇപ്പം നമ്മൾ പഠിക്കണത്. ശാസ്ത്രത്തിൽ ശാസ്ത്രം വേണ്ടെന്ന് പറയുമോ? ഒരിക്കലുമില്ല. മറിച്ച് ശാസ്ത്രം വഴികാട്ടിയാണ് ശാസ്ത്രത്തിൽ കുടുങ്ങിപ്പോയത്. ഏതുപോലെ? അവിജ്ഞാതേ പരേ തത്വേ ശാസ്ത്രാധീതിസ്തു നിഷ്ഫല. വിജ്ഞാതേപി പരേ തത്വേ ശാസ്ത്രാധീതിസ്തു നിഷ്ഫല. ഇത് പല പാഠഭേദങ്ങളോടുകൂടി പല സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്ന ശ്ലോകമാണ്. അവിജ്ഞാതേ പരേ തത്വേ പാഠഭേദം പറഞ്ഞുതരാം. അവിജ്ഞാതേ പരേ തത്വേ ശാസ്ത്രജ്ഞാനം തു നിഷ്ഫലം. വിജ്ഞാതേ തു പരേ തത്വേ ശാസ്ത്രജ്ഞാനം തു നിഷ്ഫലം. അങ്ങനെ പാഠമുണ്ട്. വേറെയുണ്ട്, വേറെ രീതിയിലൊക്കെ ഉണ്ട്. നല്ല താല്പര്യം അതാണ്. എന്താണ്? അവിജ്ഞാതേ പരേ തത്വേ ശാസ്ത്രാധീതിസ്തു നിഷ്ഫല. വിജ്ഞാതേപി പരേ തത്വേ ശാസ്ത്രാധീതിസ്തു നിഷ്ഫല. അവിജ്ഞാതേ പരേ തത്വേ. പരമമായ തത്വം സാക്ഷാത്കരിക്കപ്പെട്ടില്ലെങ്കിൽ ശാസ്ത്രാധീതി, ശാസ്ത്രാധ്യയനം നിഷ്ഫല, വെറുതെയാണ്. ആണല്ലോ ഇല്ലേ? ഞാൻ കുറേ പഠിച്ചു നോക്കി, ഇത്ര കാലം ഞാൻ വെറുതെ പോക്കിയെന്നറിയോ? ആ ആശ്രമം, ഈ ആശ്രമം, ആ പാഠശാല, ഈ പാഠശാല, ആ ഗുരുനാഥൻ, ഈ ഗുരുനാഥൻ എന്നൊക്കെ പറഞ്ഞിട്ട്
കുറേ കാലം ഞാൻ വേദാന്തമൊക്കെ പഠിച്ചു നോക്കി, വെറുതെയാണ്, ഒരർത്ഥമില്ല. എന്താ കാരണം? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അന്നും ഇന്നും ഞാൻ അജ്ഞാനിയാണ് എന്നാണെങ്കിൽ നീ പഠിച്ചതൊക്കെ വെറുതെ ഇല്ലേ? ഇല്ലേ? അതാണ് അവിജ്ഞാതേ പരേ തത്വേ, പരമമായ തത്വം അവിജ്ഞാതമാണെങ്കിൽ ശാസ്ത്രാധീതി നിഷ്ഫലയാണ്, ഒരു ഫലവും ഇല്ല. ശരി, വിജ്ഞാതേ തുത പരേ തത്വേ, പരമതത്വം അറിയപ്പെട്ട് കഴിഞ്ഞാലോ ശാസ്ത്രാധീതി നിഷ്ഫല. ഇനിയിപ്പോൾ ശാസ്ത്രം വേണോ? എന്താ പറയണത്? പരമമായ സത്യം സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രം വേണോ? വേണ്ട. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് റോഡ് വഴി വരിക എന്ന് വിചാരിച്ചോളൂ. കൊയിലാണ്ടിയിൽ നിന്നോ അല്ലെങ്കിൽ മഞ്ചേരിയിൽ നിന്നോ എവിടുന്നെങ്കിലും. കോഴിക്കോട് റോഡ് ഏത് വരെയാ? കോഴിക്കോട് വരെ. എവിടെയാണ്? എവിടെ? മാനാഞ്ചിറ. മാനാഞ്ചിറയിൽ അവിടെ പോലീസ് കൺട്രോൾ റൂമിൻ്റെ എതിർവശത്ത് കാണാം കോഴിക്കോട് 0. അപ്പോൾ ഇല്ലേ ഉണ്ടാവും. അതുവരെ കോഴിക്കോട് റോഡുള്ളൂ. ഒരാളെ ഇവിടുന്നെങ്കിലും യാത്ര പുറപ്പെട്ട് 10 കൊല്ലം നടന്നിട്ട് അവിടെ എത്തണില്ല വെച്ചാൽ പിന്നെ എന്തിനാ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കോഴിക്കോട് റോഡ് വേണോ? വേണ്ടല്ലോ. അതിൻ്റെ ആവശ്യമില്ല. ഒരു ദിവസം ഇവിടുന്ന് ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി കുറച്ചു നേരം കഴിഞ്ഞു. കണ്ടക്ടർ വന്നു. എങ്ങട്ടാ സ്വാമി പോകേണ്ടത്? കോഴിക്കോടേക്കാണ്. നോക്കി, അല്ല സ്വാമിക്ക് എങ്ങോട്ടാ പോകേണ്ടത്? എനിക്ക് കോഴിക്കോടേക്കാണെന്നേ. വീണ്ടും നോക്കിയാൽ സ്വാമിക്ക് എങ്ങോട്ടാ പോകേണ്ടത്? കോഴിക്കോടേക്കാണ്. എന്നാൽ ഇറങ്ങിക്കോളൂ കിട്ടും. മറന്നുപോയത് എന്ത് ചെയ്യാനാണ്? പോകേണ്ടത് നിലമ്പൂരിക്കാണ്. എന്ത് ചെയ്യാൻ പറ്റും? എത്ര ആലോചിച്ചിട്ടും പിടികിട്ടില്ല എങ്ങോട്ടാ പോകേണ്ടത്. അപ്പം ധാരണ വന്നു കോഴിക്കോട്. കുറേ കൊല്ലായി, ഇപ്പം ഒന്നുമല്ല. അങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും, വല്ലപ്പോഴൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ നമ്മളെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിന്നൊക്കെ വരും. അതിന് വലിയ കേവലത്തൊന്നും കൊടുക്കണ്ട. അയ്യോ എൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞവരുടെ ആകെ ഡെസ്പായി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നേരെ ഡോക്ടറെ അടുത്ത് പോകും, അവർ മരുന്ന് തരും. പിന്നെയുള്ള കാലം മുഴുവൻ മരുന്നും കഴിച്ച് കിടക്കേണ്ടി വരും. എല്ലാവർക്കും അതൊക്കെ കുറച്ചുണ്ടാവും. ഫ്യൂസ് അടിച്ച് പോണ പോലെ, അല്ലെങ്കിൽ MCB ഒന്ന് ഓവർ ന്യൂറൽ വർക്ക് കൂടുതൽ ആയി കഴിഞ്ഞാൽ കുറച്ച് നേരം MCB ഒന്ന് ഡൗൺ ആക്കി വെച്ചാൽ നല്ലതല്ലേ? അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതിലൊന്നും വലിയ വിശേഷമൊന്നുമില്ല. പക്ഷെ അയാളെ സംബന്ധിച്ച് ഇയാൾ എന്തിനാ അവിടെ ഇരിക്കണം എന്നുള്ള ചിന്തയിലാണ്. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അവിടെ ഇരിക്കണം? അതാണ് അധീതേതു പരേ തത്വേ ശാസ്ത്രാധീതി നിഷ്ഫല. പരമമായ തത്വം ലക്ഷ്യത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ശാസ്ത്രാധീതി? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടതാണേ, നേരിട്ട് അനുഭവിച്ചതല്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വളരെ ലോകപ്രസിദ്ധനായിരുന്ന സർസംഘചാലക് ഗുരുജി ഉള്ള കാലത്ത് അദ്ദേഹം ഒരു പരിപാടിക്ക് പാലക്കാട് വന്നു. എല്ലാവരും സംഘത്തിൻ്റെ പ്രവർത്തകരൊക്കെ ഇരിക്കുകയാണ്. എല്ലാവരെയും കണ്ടു, സന്തോഷം. പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു അത്രേ, ഈ കേരളത്തിൽ സംഘപ്രവർത്തനത്തിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം ഇവിടെ ഭൂരിഭാഗം പേരും ഇപ്പം തന്നെ സന്യാസിമാരായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് സംഘം പ്രവർത്തിക്കണേ? ഇത്ര വലിയ മഹിമയിലെത്തിച്ചാൽ പിന്നെ എന്തിനാണ്? കാരണം എന്താ? കാവി കൊടുത്തിട്ട് അധികം ആൾക്കാർ കാവി മുണ്ടും വെള്ള ഷർട്ടും. കാവി സന്യാസിക്ക് മാത്രമല്ല, ഉത്തരഭാരതത്തിൽ ഒരു കുട്ടി പോലും സന്യാസി അല്ലാത്ത ആൾ കാവി കൊടുക്കില്ല. ഉത്തരഭാരതത്തിലോ മധ്യഭാരതത്തിലോ പൂർവ്വഭാരതത്തിലോ പശ്ചിമ ഭാരതത്തിലോ ഒരു മനുഷ്യൻ പോലും സന്യാസി അല്ലാത്ത ആൾ കാവി കൊടുക്കില്ല. കേരളത്തിലോ സന്യാസിമാർ കാവി കൊടുക്കണ കുറവാന്ന് തോന്നുന്നു. അതെ അതെ, എല്ലാവരും ഇപ്പം ഈ ഇരിക്കണ പലരും തന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ കാവ്യ, പണിസ്ഥലത്ത് കാവ്യാണ്, കല്ലിയെത്താൻ പോകുമ്പോൾ കാവി, ലോഡ് എടുക്കാൻ പോകുമ്പോൾ കാവി, അതിന് എല്ലാത്തിനും കാവ്യാണ്. അതിനെ കാവി ഞങ്ങൾക്ക് തരണ്ടേ? അതെങ്കിലും ഞങ്ങൾക്കൊന്ന് വിട്ടു വന്നൂടെ? അപ്പം അദ്ദേഹം എത്ര നന്നായി പറഞ്ഞു, സരസമായിട്ട് പറഞ്ഞു. മഹാനായിരുന്നല്ലോ, സരസമായിട്ട് പറഞ്ഞു. കാരണം അത്ര വലിയ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞു. എല്ലാവരും അങ്ങോട്ട് സന്യസിക്കുക എന്ന് പറഞ്ഞാൽ നാടിൻ്റെ കഥ എന്താ? അപ്പോൾ ശാസ്ത്രം എന്തിനു വേണ്ടിയാണോ തത്വസാക്ഷാത്കാരത്തിനാണ്, അല്ലാണ്ട് ശാസ്ത്രത്തിൽ കുടുങ്ങിക്കിടക്കാനല്ല. നമ്മൾ പലപ്പോഴും ശാസ്ത്രത്തിൽ കുടുങ്ങിക്കിടക്കും.
അതിലൊരു സന്തോഷം. അതിങ്ങനെ മന്ത്രങ്ങളൊക്കെ ഉദ്ധരിച്ച് ഞാൻ നല്ല വിദ്വാനാണെന്ന് തന്നോടും പറഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് അതിലങ്ങനെ അഭിരമിച്ച് കഴിയുക. അതാണ് പറഞ്ഞത്, പരമതത്വം അറിഞ്ഞില്ലെങ്കിൽ ശാസ്ത്രം കൊണ്ട് പ്രയോജനമില്ല, പരമതത്വം അറിഞ്ഞാൽ ശാസ്ത്രം കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഇത് അതിക്രമിക്കാനുള്ളതാണെന്ന തിരിച്ചറിവോടുകൂടി അതിനെ സേവിച്ചോളൂ. എല്ലാ കാലവും മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് മരുന്ന് കഴിക്കുന്നത്? ഡോക്ടറെ, ഈ മരുന്ന് കഴിച്ചാൽ രോഗം മാറുമോ? അല്ല, ജീവിതകാലം മുഴുവൻ കഴിച്ചോളൂ. എന്നാൽ പിന്നെ കഴിക്കാണ്ടിരുന്നാലോ? കഴിക്കാണ്ടിരുന്നാൽ നീ ജീവിക്കും എത്ര? മരിക്കണവരെ. കഴിച്ചാലോ നീ ജീവിക്കും എത്ര? മരിക്കണവരെ. അത് കഴിച്ചാൽ രോഗം ഇല്ലാണ്ടാവുമോ എന്ന് പറയൂ? അതെനിക്ക് പറയാൻ പറ്റില്ല. എന്താ ചെയ്യാം? എന്തെങ്കിലും ഫലം ഉണ്ടാവണ്ടേ? അപ്പോൾ ഈ ശാസ്ത്രം വേണട്ടോ. ശാസ്ത്രത്തിലത് പറയണത്. പക്ഷെ ശാസ്ത്രത്തെ കുടുങ്ങി പോവാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ ശാസ്ത്രം എങ്ങനെയുള്ളതാണ്? അത് ചിത്തഭ്രമത്തിന് കാരണമെന്നാണ് പറയണത്. ചിത്തഭ്രമം ഉണ്ടാവാൻ കാരണമാണ്. എങ്ങനെ? ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം അത പ്രയത്നാത് ജ്ഞാതവ്യം തത്വജ്ഞാതത്വമാത്മനഃ. ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം അതഃ പ്രയത്നാത് ജ്ഞാതവ്യം തത്വജ്ഞാതത്വമാത്മനഃ. മുറിച്ച് പറയാം. തത്വജ്ഞാത് തത്വം ആത്മനഃ. ശബ്ദജാലം മഹാരണ്യം. ശബ്ദജാലം മഹാരണ്യമാണ്. മഹാരണ്യം കൊടുങ്കാട്. കൊടുങ്കാടാണ് ശബ്ദജാലം. ശാസ്ത്രം ചിത്തഭ്രമണ കാരണം, ചിത്തവിഭ്രമ കാരണം എന്നുണ്ട്. ചിത്തവിഭ്രമത്തിന് കാരണമാണ്, ചിത്തഭ്രമണത്തിന് കാരണം. കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ വഴി അറിയില്ല, എങ്ങോട്ടാ പോകേണ്ടതെന്ന് മനസ്സിലാവില്ല, ഇരുടായിരിക്കും. വലിയ പ്രശ്നമാണ്. കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടോർക്കേ അതറിയുള്ളൂ, പെട്ടോർക്കേ അറിയുള്ളൂ. വല്ലാത്തൊരു ഞാൻ പെട്ടിട്ടുണ്ട്, ഉള്ളത് പറഞ്ഞല്ലോ, പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങൾ കൂടെ വേറെ ഒരാളും കൂടിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജീവനോടുള്ള ആൾ തന്നെയാണ്. ഞങ്ങൾ 2 പേര് കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ട്. അയ്യോ, ഏകദേശം ലക്ഷ്യം വെച്ച് ഓടിയതാണ്. പിന്നെ മനസ്സിൽ ലക്ഷ്യം വെച്ച് ഓടി 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 അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാ ഒന്നും പറയണ്ട. എന്തായാലും പുറത്തെത്തിയോണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സംസാരിക്കുന്നത്. ഞങ്ങൾ 2 പേര് ആരാ മറ്റേ ആളെന്നൊരു ജിജ്ഞാസ ഉണ്ടാവും. ചിലപ്പോൾ ഞാനായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വിഷമല്ല വെച്ചിട്ട് ആളെ പേര് പറയാം. ഞാനായിട്ടോ സ്വാമി അന്ന് പറഞ്ഞത് ഞാനാണ് എന്ന് പറഞ്ഞാൽ വിഷമമില്ലേ. നമ്മൾ മലപ്പുറം ജില്ലയിലെ ഒരാളാണ്. അതിൻ്റെ പേര് നാരായണൻകുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നാരായണൻകുട്ടി. അദ്ദേഹം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന അധികാരിയാണ്. ഞങ്ങൾ 2 കൂടി ഈ അനുഭവം ഉണ്ടായത്. അയ്യോ, കൊടുങ്കാട്ടുപെട്ടു എന്നേ, എത്ര മണിക്കൂറാണ് ഒന്നും പറയണ്ട. പക്ഷെ പുറത്തെത്തി. അത് ചിലർ ചോദിക്കും, നാളെ പത്രത്തിലുണ്ടായിരുന്നു വിറക് കൊടുക്കാൻ പോയ അമ്മമാർ കാട്ടുപെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് പോയ വഴി അങ്ങോട്ട് വന്നാൽ പോരെ, എന്താ ഇങ്ങനെ പെടുകയെന്ന് ചിലർ കാട്ടുപെട്ട് കഴിഞ്ഞാൽ അറിയുള്ളൂ. ഒരെത്തും പിടിയും കിട്ടില്ല, ഒരെത്തും പിടിയും കിട്ടില്ല. ഇതുപോലെയാണ് ശാസ്ത്രം, ശാസ്ത്രക്കാട്. തത്വനിർണയത്തിന് പോയിട്ട് ഒരെത്തും പിടിയും കിട്ടാത്ത അവസ്ഥ വരും. വാക്കുകളിൽ കുടുങ്ങും, വ്യാകരണത്തിൽ അഭിരമിക്കും, ശിക്ഷയിൽ അഭിരമിക്കും, വാദപ്രതിവാദങ്ങളിൽ അഭിരമിക്കും, തർക്കത്തിൽ താത്പര്യം ഉടലെടുക്കും. ഒക്കെ അതിൻ്റെ അനർത്ഥങ്ങളാണ്. എന്നിട്ട് ശാസ്ത്രം വേണ്ടെന്നാണോ? ഒരിക്കലും അല്ല, ശാസ്ത്രം വേണം. ശാസ്ത്രം അനിവാര്യമാണ്. തത്വബോധത്തിന് ശാസ്ത്രജ്ഞാനം അനിവാര്യമാണ്. പക്ഷേ അത് ലക്ഷ്യത്തിലേക്ക് വഴി കാണിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് അല്ലാതെ അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അപകടം. ചെറിയ ചെറിയ വാക്കുകളിൽ കയറി പിടിച്ച്
ദിവസങ്ങൾ മാസങ്ങൾ വാദത്തിലേർപ്പെട്ട് അവിദ്യ ജീവഗതമാണോ ബ്രഹ്മഗതമാണോ തർക്കം തീരണില്ല. 10 മാസം തർക്കം ചെയ്തു, ശരി നമുക്ക് അടുത്ത പ്രാവശ്യം കൂടുമ്പോൾ ബാക്കി ചർച്ച ചെയ്യാം. തീരില്ല. എന്തുകൊണ്ട്? തർക്കോ പ്രതിഷ്ഠ. തർക്കത്തിന് പ്രതിഷ്ഠയില്ല. തർക്കം എങ്ങനെയും തർക്കിക്കാം ഇല്ല. ഒരു തർക്കത്തിൽ എന്ത് തന്നെ വാദിച്ചിട്ടും അയാളെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. എന്ത് പറഞ്ഞാലും അയാൾ എതിർക്കും. അവസാനം ഇയാൾ എതിർകക്ഷി ഒരു യുക്തി പ്രയോഗിച്ചു. നിന്റെ അമ്മ പ്രസവിച്ചതാണ് എന്ന്. എന്താ അതിന് മറുപടി പറയുക? നിന്നെ പ്രസവിച്ചത് നിൻ്റെ അമ്മയാണ്. അല്ല, എന്നെ പ്രസവിച്ച അച്ഛനാ. ശരിയോ തെറ്റോ? ഒരാളെടുത്ത ധാതു ഷു പ്രാണിപ്രസവ എന്നുള്ള ധാതുവാണ്. തർക്കത്തിൽ വെറുതെ പറയാൻ പാടില്ല, മൂന്നെണ്ണം പറയാൻ പാടില്ല, ഒക്കെ പ്രമാണം വേണം. അപ്പോൾ ഷുഞ്ഞ് പ്രാണിപ്രസവ എന്നുള്ള ധാതു അനുസരിച്ചാണ് അമ്മ പ്രസവിക്കുന്നത്, അമ്മയാണ് പ്രസവിക്കുന്നത്. ഇയാൾ പറഞ്ഞു അല്ല, കാരണം ഷു പ്രാണിപ്രസവ അല്ലാതെ ശവശബ്ദത്തിന് ഒഴുകുക എന്നർത്ഥമുണ്ട്. അമ്മയിൽ നിന്നൊരു പിണ്ടമായിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്, പിണ്ടാകാരത്തിൽ ഒഴുകിയത് അച്ഛനിൽ നിന്നാണ് ബീജം. അപ്പോൾ ആരാ എന്നെ പ്രസവിച്ച? അച്ഛനാണ് അമ്മയാണ്? ശവശബ്ദം എടുത്താൽ പ്രസവിച്ചത് അച്ഛനാണ്. ഷു ധാതു എടുത്താൽ പ്രസവിച്ചത് അമ്മയാണ്. ഏതാ ശരി? എന്ത് ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ തർക്കത്തിലതൊന്നും പറ്റില്ല. തർക്കത്തിലതൊന്നും പറ്റില്ല. തർക്കത്തിൽ പ്രമാണസഹിതം പറയണം. ഏത് ധാതു എടുക്കണോ അതിനനുസരിച്ചാണ്. അതാണ് തർക്കോ പ്രതിഷ്ഠ. തർക്കത്തിന് പ്രതിഷ്ഠയില്ല. ശ്രുതയോ വിഭിന്നാഹ. ശ്രുതികൾ പലതാണ്. ഒരാൾ പറയുകയാണ് ഉദിച്ചിട്ട് ഹോമം ചെയ്യണം കേട്ടോ, മറ്റേ ആൾ പറയും അല്ലല്ല അലോചിതേ ജുഹോതി, ഉദിക്കുന്നതിന് മുമ്പ് ഹോമം ചെയ്യണം. ഏതാ ശരി? രണ്ടും ശരിയാണ്. വലിയ പ്രശ്നമാണത്. അതുകൊണ്ട് ഈ ശബ്ദജാലത്ത് പെട്ട് കഴിഞ്ഞാൽ ഈ വാദപ്രതിവാദത്തിനൊക്കെ ഉള്ളൊരു താല്പര്യം വർദ്ധിക്കും, അതിൽ തന്നെ കുടുങ്ങും. അതാണ് ചിത്തവിഭ്രമ കാരണം. അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തിനാ അത് പഠിക്കാൻ വന്നു? ഓരോത്തും പിടിയും കിട്ടില്ല. ചിന്തിക്കുക. അതുകൊണ്ട് ഇപ്പം എന്ത് വേണം പറയാണ്? പ്രയത്നപൂർവ്വം നീ ഒരു കാര്യം ചെയ്യണം കേട്ടോ. എന്താണ്? ആത്മനഃ തത്വം, ആത്മാവിൻ്റെ തത്വത്തെ തത്വജ്ഞാത് ജ്ഞാതവ്യം, അറിഞ്ഞവനിൽ നിന്ന് അറിയണം. ഈ പുസ്തകങ്ങളുടെ നടുവിലേക്ക് പോകുന്നതിന് പകരം, ഈ ശബ്ദജാലത്തിലേക്ക് പോയിട്ട് കുടുങ്ങിപ്പോകുന്നതിന് പകരം അറിഞ്ഞവനിൽ നിന്ന് നീ അറിയുക. ഒരു ഗുരുനാഥനെ പ്രാപിച്ച് അവിടുന്ന് ഉപദേശം നേടുക. ഇതാ വേണ്ടത്. തത്വജ്ഞനിൽ നിന്ന് അറിഞ്ഞോളൂ. അതല്ലാതെ വേറെ വഴിയില്ല. കൂടിയിരുന്ന് തർക്കിച്ചിട്ട് ജ്ഞാനം നേടുക, പുസ്തകങ്ങളിൽ നിന്ന് ജ്ഞാനം നേടുക, ഒന്നുമില്ല. ആ പുസ്തകങ്ങൾ വേണ്ടെന്നാണോ? പുസ്തകങ്ങൾ വേണം. തത്വജ്ഞാനിയിൽ നിന്ന് ശ്രവിച്ച ശേഷം ആ ശ്രവിച്ചതിനെ മനനം ചെയ്തുറപ്പിക്കാൻ നീ പുസ്തകത്തെ സ്വീകരിച്ചോളൂ. അല്ലാതെ പുസ്തകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരെത്തും പിടിയും കിട്ടില്ല. കാരണം ഒരു പുസ്തകത്തിൽ ഒരുമാതിരി പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലേ? ശിവപുരാണം വായിച്ച ഒരാൾ അസലായിട്ടുണ്ട്, മനസ്സിലങ്ങനെ ഉറപ്പിച്ചുട്ടോ. പിറ്റേന്ന് തീരുമാനിച്ചാൽ വിഷ്ണു പുരാണം വായിച്ചു കളയാം. വിഷ്ണു പുരാണം വായിച്ചപ്പോഴോ ആകെ ഭ്രമമായി. അതിൽ പറഞ്ഞതിനൊക്കെ വിപരീതമായിട്ടാണ് പൊതുവിൽ പറയണത്. അസലായിട്ടുണ്ട്. ഏതാപ്പോൾ ശരി? ഒരു സംശയം തീരാൻ ഞാൻ ദേവി ഭാഗവതം വായിക്കാം. പിന്നെ അതും എടുത്തു. അപ്പോൾ അത് അസലായിട്ടുണ്ട്. വീണ്ടും പ്രശ്നമായി. എല്ലാം കൂടി സങ്കീർണം. എന്താ ചെയ്യണ്ടോ അറിയില്ല. ഒരു നിർണയം കിട്ടുന്നില്ല. ഇങ്ങനെ അവിടുന്ന് ഒരു പ്രഭാഷണം അവിടുന്ന് കേട്ടു, വേറൊരു പ്രഭാഷണം ഇവിടുന്ന് കേട്ടു, അപ്പുറത്തുനിന്ന് വേറൊന്ന് കേട്ടു, ഇപ്പുറത്തുനിന്ന് വേറൊന്ന് കേട്ടു. എല്ലാം കൂടി ആകെ കൺഫ്യൂഷനായി. ഇതൊക്കെ കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. കേട്ട് നോക്കുമ്പോൾ ഉണ്ടായ പ്രശ്നം. അപ്പോൾ അതൊക്കെ ഇതൊരു കഷ്ടമല്ല.
അമ്പലത്തിൽ പോയാൽ ദേവചൈതന്യം പുരുഷന്മാർക്ക് നടുവിൽ ഹൃദയത്തിൽ കൂടിയാണ് അകത്ത് കയറുക, സ്ത്രീകൾ കാണിച്ചാൽ നെറ്റീൻ്റെ ഉള്ളിൽ കൂടി അകത്ത് കയറുക. എന്താ ചെയ്യുക? കേമം തന്നെ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കണം ഓരോരുത്തർ. തോന്നിയോണം പറഞ്ഞുണ്ടാക്കുകയാണ്, തോന്നിയോണം. 10 പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ വട്ടായത് തന്നെ. ഒക്കെ വിരുദ്ധങ്ങളായിട്ട് ഭിന്നങ്ങളായിട്ടാണ് പറയണതേ. പ്രമാണസഹിതമായ എന്തെങ്കിലും അഭ്യാസം വേണ്ടേ? എന്താ ചെയ്യാം? പ്രശ്നം തന്നെ. അതുകൊണ്ട് തത്വജ്ഞനിൽ നിന്ന് പോയിട്ട് നീ അറിയേണ്ടതാകുന്നു, അല്ലാതെ ഈ ശബ്ദജാലത്തിലൊന്നും പെട്ടുപോകരുതേ എന്ന് പറയുക ചെയ്യുന്നത്. ഇതാണ് 62-ാമത്തെ ശ്ലോകം. ശരി, തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓ